ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഡെസ്ക് ഓർഗനൈസറാണ്. അപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് 60 സെൻറ്റിമീറ്റർ ബൈ 24 സെൻറ്റിമീറ്ററിൻ്റെ 2 പീസ് വേണം. അപ്പോൾ ഈ ഫോം ബോർഡിൻ്റെ കോലം കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെയെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് യൂസ് ചെയ്യാതെ ഇങ്ങനെ പൊടി പിടിച്ചിട്ട് മണ്ണ് പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ ആയിപ്പോയത് കേട്ടോ. പിന്നെ അടുത്ത പീസ് 50 സെൻറ്റിമീറ്റർ ബൈ 24 സെൻറ്റിമീറ്ററിൻ്റെ വേറെ 2 പീസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോം ബോർഡിൻ്റെ ഒരു സൈഡ് പീൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഒരു ഭാഗം നല്ല വൃത്തിക്ക് കിട്ടും, എന്നാലും അതിൻ്റെ സെൻട്രലായിട്ട് ഒരു വൃത്തികേട് ഉണ്ട്. അങ്ങനെ എല്ലാ പീസിൻ്റെയും ആ മേലെ പീൽ ചെയ്യുന്ന ഭാഗം ഞാനൊന്ന് പീൽ ചെയ്ത് കളയാം. ഈ ഒരു ഡെസ്ക് ഓർഗനൈസർ ചെയ്യാൻ ഞാൻ പ്ലാൻ ഇട്ടിട്ട് കുറേ ആയി. മടി കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത് ഇത്രയും ഡിലേ ആയത്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ജനലിൻ്റെ അവിടെ എത്രത്തോളം സാധനങ്ങളാണ് ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ ഒരു മെസ്സി ലുക്ക് ഉണ്ട്. ഞാനെടുത്ത ഈ ഫോം ബോർഡിന്റെ തിക്നെസ് ഒരു 5 mm വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പണിയുണ്ട് കട്ട് ചെയ്യാനൊക്കെ. പക്ഷെ ഇത്രയും തിക്നെസ് ഉള്ളതാണ് നല്ലത്, കാരണം അതിന്റെ മേലെ നമുക്ക് ഓരോ ഐറ്റംസ് വെക്കുന്നതല്ലേ. അപ്പോൾ അത് പിന്നെ പൊളിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അങ്ങനെ ഇതിന്റെ ഈ വൃത്തിയോടൊന്ന് മാറാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ നമുക്ക് ഷീറ്റ് ഒട്ടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളെ കല്യാണ വീടുകളിലൊക്കെ മേശയ്ക്ക് വിരിക്കൂലേ, മേശ വിരി, അതാണ് കേട്ടോ. ഇതാകുമ്പം കുറഞ്ഞ പൈസക്ക് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഷീറ്റ് കിട്ടും, പല ഡിസൈനിലും കിട്ടും. അപ്പോൾ ഇപ്പോൾ കറൻ്റ് എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിവിടെ ഈ ഷീറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഞാനിതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഷീറ്റിന് കട്ടി കുറവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് പച്ച തേച്ചാൽ തന്നെ മതി, നല്ലോണം ഒട്ടി പിടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് വൃത്തിയോടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇത് നല്ല വൃത്തിയുള്ള ഭാഗമാണ്, എന്നാലും ഞാൻ അവിടെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി, ഇതൊന്ന് അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എത്ര വേണ്ടി വരും, എത്ര ലെങ്ത്തിൽ വെക്കണം എന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. മുന്നേ ഞാൻ ഈ ഫോം ബോർഡ് യൂസ് ചെയ്തിട്ട് ഷർട്ട് ബോക്സ് ഒക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ ഈ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ടുള്ള പീസ് ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. മേലത്തെ പോർഷൻ ഒട്ടിച്ചതിന് ശേഷം താഴത്തെ ഭാഗവും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു. അടുത്തതായിട്ട് 30 ബൈ 24 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ഓരോ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശം. അപ്പോൾ ഇതിന് ഞാൻ കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത് എൻ്റെ അടുത്തുള്ള ഐറ്റംസിനനുസരിച്ചാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള പീസ് ഒന്ന് വെച്ചുകൊടുക്കും. എന്നിട്ട് പിന്നെ ഫ്ലക്സ് ക്യൂക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നു. അടുത്തതായിട്ട് 20 ബൈ 24 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു പീസും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഗമ്മി യൂസ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ഒട്ടിച്ചു കൊടുത്തു. നല്ലോണം ഒട്ടണം കേട്ടോ, കാരണം നമ്മൾ ഇതിൻ്റെ മേലെ ഓരോ ഐറ്റംസ് കയറ്റി വെക്കാനുള്ളതല്ലേ. അങ്ങനെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ബോക്സ് ഒക്കെ കയറ്റി വെച്ചു, പിന്നെ മേലെ സെല്ലോ ടാപ്പ് വെച്ചു, പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് ബുക്സും നോട്ട്ബുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. മേലത്തെ പോർഷനിൽ എനിക്ക് പോളറോയിഡ്സ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള എൻവലപ്സ് അതൊക്കെ വെച്ചു, പിന്നെ ഒരു ബോക്സ്, പിന്നെ ഇപ്പുറത്ത് സിഗ്സാഗിൻ്റെ സിസേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചു. അൽക്കുലത്തായി കിടന്നിരുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഒന്ന് അറേഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ ഓർഗനൈസർ? അഭിപ്രായം എന്തായാലും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.